ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കറണ്ട് ലൈഫ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എൻ്റെ ബോർഡ് എക്സാംസ്, എൻ്റെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ. ഞാൻ നീറ്റ് എഴുതി കേട്ടോ, ഈ കഴിഞ്ഞ നീറ്റ് എക്സാം എഴുതി. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും നീറ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ, പിന്നെ എൻ്റെ അങ്ങനത്തെ കറണ്ട് ലൈഫിനെ പറ്റിയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. ആൻഡ് ഇത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് 8-ാം തീയതിയാണ്. 8-ാം തീയതി വൈകിട്ട് 7:30-ക്കാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. സോ അത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നെനിക്കൊരു വിശ്വാസമില്ല കേട്ടോ. കാരണം കുറച്ച് പരിമിതികളുണ്ട്. എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നാളെ ഒരു 9-ാം തീയതി ആയിരിക്കും ഞാനിത് അപ്ലോഡ് ചെയ്യുക. സോ യെസ്, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാം പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞു. സോ യെസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ എൻ്റെ ബോർഡ് എക്സാംസിനെ പറ്റി പറയാനായിരുന്നെങ്കിൽ ഇറ്റ്സ് കൈൻഡ് എ മോഡറേറ്റ് വൺ. എന്തെന്ന് വെച്ചാൽ ഫിസിക്സിനും മാത്സും ഈ രണ്ടെണ്ണം കുറച്ച് ടഫായിരുന്നു. കാരണം ഫിസിക്സിനെന്ന് പറഞ്ഞാൽ കൂടുതലും ന്യൂമറിക്കൽസ് ആയിരുന്നു. ഡെറിവേഷൻസ് ഒക്കെ വളരെ കുറവാണ് ചോദിച്ചത്. അപ്പോൾ ന്യൂമറിക്കൽസിന് കുറേ ടൈം പോയി. ആൻഡ് മാത്സിനും പിന്നെ ന്യൂമറിക്കൽസേ ഉള്ളൂ. മാത്സിനും അങ്ങനെ കുറേ ടൈം മാനേജ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു ഫിസിക്സിലും മാത്സിലും. ആൻഡ് കെമിസ്ട്രി ഈസി ആയിരുന്നു. ഇംഗ്ലീഷ് ഈസി ആയിരുന്നു. ബയോളജി ഈസി ആയിരുന്നു. ആ 3 ഈസി ആയിരുന്നു. ഫിസിക്സും മാത്സും കുറച്ച് ടഫായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയ സെറ്റ് 2 പല സെറ്റുകളുണ്ടല്ലോ. ഇപ്പോൾ എത്ര 3 സെറ്റ്. എനിക്ക് 2ാമത്തെ സെറ്റാണ്. എല്ലാ പരീക്ഷയ്ക്കും 2ാമത്തെ സെറ്റാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെയാണ് ബോർഡ് എക്സാംസിൻ്റെ കാര്യം. പിന്നെ ബോർഡിൻ്റെ റിസൾട്ട് എന്നാണ്, ഇപ്പം മെയ് 9-ന് CBSE 10th റിസൾട്ട് വരുമെന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ കണ്ടു. അറിയില്ല എന്ന് വരുമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. സോ എനിക്ക് തോന്നുന്നു ഒരു 12-ാം തീയതിക്ക് മുൻപായിട്ട് ഒന്നുമില്ല കേട്ടോ, ഒരു മെസ്സേജ് പോലെ വന്ന. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞു നിർത്തി? റിസൾട്ട് ഒരു 12-ാം തീയതിക്ക് മുൻപായിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ ഒരു നിഗമനമല്ല, എല്ലാവരുടെയും നിഗമനം അത് തന്നെയാണ്. 9-ാം തീയതി CBSEയുടെ 10th റിസൾട്ട് വരുന്നു എന്ന് പറയുന്നു. ചിലപ്പോൾ നാളെ തന്നെ വന്നേക്കാം. നാളെയാണല്ലോ 9. നാളെ തന്നെ വന്നേക്കാം. നാളെ എന്നല്ല, അതായത് ഞാൻ ഈ വീഡിയോ 9-ാം തീയതി ആയിരിക്കും ഇടുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇന്നെന്ന് പറയാം. അതല്ലേ നല്ലത്, കുറച്ചുകൂടെ ആപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 9-ാം തീയതി തന്നെ വരാം, അല്ലെങ്കിൽ ഒരു 12-ാം തീയതിക്ക് മുമ്പ് വരാം. അപ്പോൾ അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നല്ല ടെൻഷനും ഉണ്ട് അതിൻ്റെ കാര്യത്തിൽ. കാരണം ഫിസിക്സും മാത്സും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഫിസിക്സിൻ്റെ മാത്സിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ബോർഡ്സിൻ്റെ കാര്യം അത്രയാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് പറയാനാണെങ്കിൽ മേ ബി എന്ന് പറയും, എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് വേണ്ട, അത് പറയണ്ട, അതാ നല്ലത്. ഈ വീഡിയോ എങ്ങാണ് എൻ്റെ അമ്മ കണ്ടുപോയെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എൻ്റെ അമ്മ അറിയരുത്. എൻ്റെ കൊല്ലം വേറൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് അവിടെ നിൽക്കട്ടെ. റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ. അപ്പോൾ ഓക്കെ, ബോർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എൻ്റെ നീറ്റ് എക്സാമിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, നീറ്റ് സീനായിരുന്നു മക്കളെ, സീനായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ബയോ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ബയോയും കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. ചില ക്വസ്റ്റ്യൻസ്, ചില സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം ബയോ എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. ബട്ട് കെമിസ്ട്രിയും ഒരു മോഡറേറ്റ്. ഫിസിക്സ് തകർത്തു, ഒരു രക്ഷയില്ല. അതിനകത്ത് മാർക്ക് കിട്ടുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ് നല്ല ടഫായിരുന്നു ഇപ്രാവശ്യം. ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഉണ്ട്, നല്ല ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. 46 എൻ്റെ കോഡ്, 46.
നല്ല പേപ്പറായിരുന്നു കേട്ടോ, ഒന്നും അറിയത്തില്ലായിരുന്നു, നല്ല പേപ്പറായിരുന്നു. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു ജെഇ ലെവല്. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു കാണുമല്ലോ, പല കുട്ടികളുടെയും എന്താ പറയുക റിയാക്ഷൻസ്, പല കുട്ടികളുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചു കൊണ്ടുവന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ. എൻ്റെയും പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ബയോ ഓക്കെ ആയിരുന്നു കേട്ടോ, ബയോ ഓക്കെ ആയിരുന്നു. കെമിസ്ട്രി ഫിസിക്സിൻ്റെ അത്രയും പ്രയാസമില്ലായിരുന്നു. പക്ഷെ ഫിസിക്സിൽ അറിയാമായിരുന്നത് വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളായിരുന്നു അറിയാമായിരുന്നത്. ഓക്കെ, എൻ്റെ മലയാളമൊക്കെ വഴിതെറ്റി പോകുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ നേരത്തെ കണ്ടത്. അപ്പോൾ ഈ അങ്ങനെയൊക്കെയാണ് എൻ്റെ നീറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ. പിന്നെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ നമ്മുടെ ബോർഡ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയായിരുന്നു. എൻ്റെ ബോർഡ് എക്സാം കഴിഞ്ഞത് 25th മാർച്ച് 25. അന്ന് ലാസ്റ്റ് എക്സാം ബയോളജിയുടെ എക്സാം ആയിരുന്നു. എന്നിട്ട് 27 തന്നെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചെയ്തത് സൈലത്തിൻ്റെ ഒരു ക്രാഷ് കോഴ്സായിരുന്നു. ഇവിടെ അടുത്ത് തിരുവല്ലയിൽ ഒരു ക്രാഷ് കോഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതാണ് ഞാൻ ചെയ്തത്, അവിടെയാണ് ഞാൻ പഠിച്ചത്. അത് ഒരു മെയ് 2 കൊണ്ട് അത് തീർന്നിരുന്നു. മെയ് 2 കൊണ്ട് പരീക്ഷകളും മോക്ക് എക്സാം എല്ലാം മെയ് 2 കൊണ്ട് തീർന്നു. അപ്പോൾ അതെ, ഗ്യാപ്പൊന്നും കിട്ടിയില്ല, ഇടയ്ക്ക് വീഡിയോസൊന്നും പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേ ആയിരുന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ബോർഡ് എക്സാമിൻ്റെ കാലം തൊട്ടുള്ളതുണ്ട് പറയാൻ. അത് പറയാം. അപ്പോൾ 25 പരീക്ഷ കഴിഞ്ഞ് 26 എന്താ പറയുക, 26 നമ്മുടെ കോച്ചിങ് ക്രാഷ് നടക്കുന്ന സെൻറ്ററിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, നമ്മുടെ DPP, പിന്നെ പ്രാക്ടീസ് ബുക്ക്, പിന്നെ മൈൻഡ് മാപ്പ് ഉണ്ടായിരുന്നു. അത് ആ ബുക്കുകളൊക്കെ വാങ്ങി 26 എന്നിട്ട് ഞാൻ എങ്ങോട്ടേ നോക്കുന്നു, ക്യാമറ എവിടെയാന്ന് പോലും. ഓക്കെ, 26 അതൊക്കെ ചെന്ന് വാങ്ങി. ദെൻ 27 നേരെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നത് ഏകദേശമല്ല 22 വരെ കേട്ടോ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. 22 4 മൊഡ്യൂളായിട്ടായിരുന്നു. 4 മൊഡ്യൂൾ 22 4 മൊഡ്യൂളും 22 കൊണ്ട് 4 മൊഡ്യൂളും കഴിഞ്ഞു. 4th മൊഡ്യൂളിൻ്റെ എക്സാം എന്ന് പറയുന്നത് 24 അത് കഴിഞ്ഞിട്ട് 4 മോക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതി വളരെ നന്നായിട്ട് പോയി ആ ക്രാഷ്. പിന്നെ ഇതിനിടയിൽ ഒരു ചെറിയ ട്രിപ്പ് പോയി. ട്രിപ്പൊന്നൊന്നുമില്ല, നമ്മുടെ ആലപ്പുഴ ക്യാമ്പസിൽ ഒന്ന് പോയതാണ്. സൈലത്തിൻ്റെ ആലപ്പുഴ ക്യാമ്പസിൽ ഒരു ട്രിപ്പ് പോയി. ട്രിപ്പെന്ന് പറയാൻ ഇല്ല, നമ്മൾ ആക്ച്വലി എന്താ പറയുക, എനിക്ക് അങ്ങോട്ട് വരുന്നില്ല വാക്കുകൾ. LK സാറ് ആലപ്പുഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു മീറ്റിംഗ് പോലെ അതിനാണ് പോയത്. മീറ്റിംഗ്, ആ വാക്കും കൂടെ വന്നില്ല. ഓക്കെ, അതിനാണ് പോയത്. 23 കേട്ടോ. 23 അങ്ങനെ ആലപ്പുഴ കറങ്ങാൻ പോയി. അപ്പോൾ അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു മീറ്റിംഗ്. അതിന് പങ്കെടുത്തു. ദെൻ അവിടെ നിന്ന് നമ്മൾ ആലപ്പുഴ ക്യാമ്പസിൽ പോയി. എന്നിട്ട് ഇനി തിരിച്ചു പോന്നു, അത്രേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, 24 4th മൊഡ്യൂൾ എക്സാം എഴുതി. പിന്നെ 4 മോക്ക് എക്സാം എഴുതി. 2 കൊണ്ട് ആ പരിപാടി ക്ലോസ് ചെയ്തു. എന്നിട്ട് 4 നീറ്റ് എക്സാം. നീറ്റിൻ്റെ കഥ ഞാൻ പറഞ്ഞല്ലോ, കിട്ടുമെന്ന് അല്ല, ഞങ്ങൾ എന്താ പറയുക, നമ്മൾ ആ പഴയ മോഡലുണ്ടല്ലോ 2024 വരെയുള്ള മോഡൽ പേപ്പർ ആയിരുന്നെങ്കിൽ എങ്ങനെ പോയാലും കിട്ടിയേനെ. പക്ഷേ എൻ്റെ വല്ലാത്തൊരു പണി ഒപ്പിച്ചത്. ഫിസിക്സ് കട്ടിയാക്കി, കെമിസ്ട്രി കട്ടിയാക്കി. ബയോ പിന്നെ എത്ര വരാനുള്ളൂ, ബയോ നീറ്റിൻ്റെ ലെവൽ വരെയല്ലേ വരത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ബയോ പോകാനായിട്ടില്ലല്ലോ അല്ലേ, അതിനപ്പുറത്തേക്ക് ബയോ എങ്ങോട്ട് പോകാനാ, നീറ്റിൻ്റെ വരെയല്ലേ ബയോ വരത്തുള്ളൂ.
പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ അവർക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാം, അതവർ മാക്സിമം ചെയ്യുകയും ചെയ്തു. മാക്സിമം അല്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളായിരുന്നു ബയോയിൽ കൺഫ്യൂസിംഗ് ആയിട്ട് വന്നത്. കെമിസ്ട്രി മോഡറേറ്റ്, കെമിസ്ട്രി എളുപ്പമായിരുന്നു എന്ന് ഞാൻ പറയില്ല, കെമിസ്ട്രി മോഡറേറ്റ് ആയിരുന്നു. ഫിസിക്സ് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, നീറ്റിൻ്റെ കഥ കഴിഞ്ഞു. ഇനി എന്താ, ഇനി നീറ്റിൻ്റെ റിസൾട്ടിനും വെയിറ്റിംഗ് ആണ്. നീറ്റിൻ്റെ റിസൾട്ട് ജൂൺ 14 വരുമെന്നും പറഞ്ഞാണ് ഇങ്ങനെ അറിയാൻ സാധിച്ചത്. അതും വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയാണ്. സോ അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോ എടുപ്പിനെ കുറിച്ചൊക്കെ ഞാൻ പറയാമെന്ന്. എൻ്റെ വീഡിയോ എടുപ്പ് മുടങ്ങിപ്പോയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാമെന്ന്. അതായത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോർഡ് എക്സാം ഉണ്ടല്ലോ, ഞങ്ങളുടെ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 21 അപ്പോൾ അതിന് മുമ്പ് എൻ്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കില്ലല്ലേ, ഓക്കെ, മുത്തശ്ശൻ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മുത്തശ്ശൻ ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഇങ്ങനെ ന്യൂമോണിയ ആയിട്ട് കുറച്ച് കൂടിയിട്ട് ഒന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തായിരുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തായിരുന്നു. അത് എന്നാണ് ഞങ്ങളാണല്ലോ, ഞങ്ങൾ 19-ാം തീയതിയാണ് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വന്നത്. 19-ാം തീയതി ഡിസ്ചാർജ് ആയിട്ട് വന്നു. 21-ാം തീയതി ഫിസിക്സിൻ്റെ ബോർഡ് എക്സാം. വേറെന്തുവാണേലും സഹിക്കും, ഫിസിക്സിൻ്റെ ബോർഡ് എക്സാം. അങ്ങനെ ആശുപത്രിയിലിരുന്നുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആശുപത്രിയിൽ കയറുമ്പോൾ പിന്നെ അറിയാമല്ലോ, എങ്ങനെയൊക്കെയാണ് ഓട്ടം വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ആശുപത്രിയിലെ കാര്യങ്ങളല്ല, ബോർഡ് എക്സാമിന് മുമ്പ് പറ്റിപ്പോയത് അതാണ്. അപ്പൂപ്പൻ്റെ മുത്തശ്ശൻ്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കേണ്ട ആവശ്യമൊക്കെ വന്നതുകൊണ്ട് അങ്ങനെയായിരുന്നു ആ ഒരു ഇത് പോയത്. പിന്നെ ബോർഡ് എക്സാമിൻ്റെ ഇടയിലും ഫ്രീ ആവാൻ പറ്റിയില്ല. നമുക്ക് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകണം. പഠിത്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ അറിയാം, ദൈവമേ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ ഈ പരീക്ഷയുടെ ഇടയ്ക്ക് എനിക്കൊരു 2 ഡാൻസ് പ്രോഗ്രാം തന്നിരുന്നു. അതെന്നൊക്കെയാണെന്ന് വെച്ചാൽ 25-ന് മാർച്ച് 25-നും ഏപ്രിൽ 4-നും അങ്ങനെ 2 പ്രോഗ്രാം എനിക്ക് വന്നിരുന്നു. അപ്പോൾ അത് 2 ചെയ്തു. അത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു ശിവക്ഷേത്രമുണ്ട്, പിന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ 2 പ്രോഗ്രാം. അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പരീക്ഷ കാര്യങ്ങളും ഓക്കെ. അങ്ങനെയൊക്കെയാണ് പോയത്. എൻ്റെ ബോർഡിൻ്റെ കാലഘട്ടം പോയത് അങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 25-ന് ബയോ എക്സാം കഴിഞ്ഞു. അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. അതിപ്പോൾ എങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. അതായത് നമ്മുടെ കല്ലു ഉണ്ടല്ലോ, കല്ലുവിനെ അറിയായിരിക്കുമല്ലോ. എൻ്റെ സ്വന്തം കല്ലു. അവളങ്ങോട്ട് പോയി. ഓക്കെ, മനസ്സിലായിരിക്കും, അത്രേ ഉള്ളൂ, മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അവളങ്ങോട്ട് പോയി. ഓക്കെ, ദൈവമേ പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞു പരീക്ഷ 25-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ 27-ാം തീയതി നമ്മുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. 2-ാം തീയതി കൊണ്ടത് കഴിഞ്ഞു. 4-ാം തീയതി പരീക്ഷ എഴുതി. ഇപ്പോൾ ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുകയാണ്. കറണ്ട് ലൈഫ് പറയാനാണെങ്കിൽ ഇവിടെ വെറുതെ കുത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും 4-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ, അതായത് ഇന്ന് 8 ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന ദിവസം 8. അപ്പോൾ ഇന്നലെ 7-ാം തീയതി എനിക്ക് ഒരു സ്കോളർഷിപ്പിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. ഇന്നലെ എക്സാറ്റ് എക്സാം, അതായത് സൈലത്തിൻ്റെ തന്നെ സ്കോളർഷിപ്പ് എക്സാം ഉണ്ടായിരുന്നു. ഇന്നലെ അതിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് പറഞ്ഞാൽ ലിറ്ററലി ഫ്രീ ആണ്. പക്ഷേ
എനിക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ഒരു തീരുമാനമൊന്നും ആയില്ല. റിപ്പീറ്റ് ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ. എനിക്ക് വേറൊരു ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്യേ വഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ നടപടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. റിപ്പീറ്റിന് പോകണോ വേണ്ടയോ, എവിടെ പോകണം, അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചിന്തകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. പിന്നെ എനിക്ക് പുറത്ത് ടൂറൊക്കെ പോകണമെന്നുണ്ട്, വെറുതെ കറങ്ങാനൊക്കെ പോകണമെന്നുണ്ട് വീട്ടുകാരുടെ കൂടെ. പക്ഷെ അതിന് കുറച്ച് പരിമിതികളുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അപ്പൂപ്പൻ പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൂപ്പൻ ആശുപത്രിയിൽ, അമ്മൂമ്മ ആശുപത്രിയിൽ, അങ്ങനെ കുറേ സംഭവങ്ങളുള്ളത് കൊണ്ട് കുറച്ച് പരിമിതികളുണ്ട് ഈ കറങ്ങാൻ പോകുന്നതിന്. അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം, വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇവിടെ കുത്തിയിരിപ്പാണ് പണി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ അയ്യോ ആരത് ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ വീഡിയോ ഞാൻ ഓവറാക്കി ചളവാക്കിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കുറേ നാളായില്ലേ വീഡിയോ എടുത്തിട്ട്. സോ കുറച്ച് നെർവസ് ആയിരുന്നു. തുടങ്ങിയപ്പം ഞാൻ ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നല്ലോ, കുറച്ച് നെർവസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് തോന്നിയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷെ കുറച്ച് നെർവസ് ആയിരുന്നു. കുറേ നാളായി ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ സംസാരിച്ചിട്ട്. സോ അതുകൊണ്ട് കുറച്ച് നെർവസ് ആയിരുന്നു. ഓക്കെ, അത് വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്നും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെയായിരുന്നു കാര്യങ്ങൾ. ഞാൻ എൻ്റെ ബോർഡ്സിനെ പറ്റി പറഞ്ഞു, എൻ്റെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ, എക്സാംസ് എല്ലാം പറഞ്ഞു. എൻ്റെ കറണ്ട് ലൈഫ് ഇങ്ങനെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുക, അത് ഞാൻ പറഞ്ഞു. എക്സ്പെക്റ്റഡ് റിസൾട്ട്സിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, അത് നമുക്ക് വരുമ്പോൾ അറിയാം. അതെ, വരുമ്പോൾ അറിഞ്ഞാൽ മതി. അത് തന്നെയാണ് എനിക്കും നല്ലത്. ഇല്ലെങ്കിൽ വെറുതെ ടെൻഷൻ അടിച്ച് ചാവും, അത് ആവശ്യമില്ല. ഓക്കെ, അപ്പം ശരി, കാണാം. എന്തായാലും വെറുതെ ഇരിപ്പാണല്ലോ കുറച്ച് നാളത്തേക്ക്. ഇനി വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. നമ്മുടെ റിപ്പീറ്റിൻ്റെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് തുടങ്ങുന്നത് വരെ എന്തായാലും വെറുതെ ഇരിപ്പാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ കാണുമായിരിക്കും, ഞാൻ ചെയ്യാം, അതൊക്കെ ചെയ്യാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ. എല്ലാവരെയും വീണ്ടും കണ്ടതിൽ സന്തോഷം. ആരെയും കണ്ടില്ല, എന്നാലും ഇങ്ങനെയൊക്കെ കാണുന്നതിൽ സന്തോഷം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ജോളിയായിട്ടിരിക്കുക. നമ്മൾക്ക് അടിച്ചു പൊളിക്കുക ഈ ലൈഫ്. ഒരു ഫ്രീ അഡ്വൈസ്, ലൈഫിനെ അങ്ങനെ കൊച്ചാക്കി കാണരുത്, തകർത്തങ്ങോട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അരമണിക്കൂർ കഴിഞ്ഞ വീഡിയോ എടുക്കട്ടെ, 8 മണി കഴിഞ്ഞു. വാവ്, ഓക്കെ. അപ്പോൾ വീണ്ടും സന്ധ്യയ്ക്കും വരയ്ക്കും വണക്കം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് സുഖമായിട്ട് ജീവിക്കുക. ഓക്കെ, കാണാം. ടാറ്റാ.